നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ബജാജ് പൾസർ NS 220 എന്ന് പറയുന്ന ബൈക്കിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 220cc എൻജിൻ പവർ തരുന്ന ഒരു ബൈക്കാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. ബജാജ് പൾസർ 220F എന്ന മോഡലിൻ്റെ ബൈക്കിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ബജാജ് പൾസർ 220F എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്. ബജാജ് പൾസർ 220 മോഡൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് 2009 ഇതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ട് കമ്പനി അവകാശപ്പെടുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് മോഡലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ്. രണ്ട് പൈലറ്റ് ലൈറ്റ്സും അതുപോലെ തന്നെ ഡിമ്മും ബ്രൈറ്റും സെപ്പറേറ്റ് ആണ്. ഇതിൻ്റെ ഈ ബൈക്കിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്. DTS ടെക്നോളജി ഉള്ള എൻജിനാണ് ബജാജ് ഇതിൽ എനേബിൾ ചെയ്തിട്ടുള്ളത്. 220cc ഓയിൽ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. മാക്സിമം പവർ കൊടുക്കുന്നത് 20.4 HP 8000 RPM. മാക്സിമം ടോർക്ക് ലഭിക്കുന്നത് 18.55 Nm മറ്റ് 7000 RPM. ഇതിൻ്റെ ബോർ വരുന്നത് 67 mm ആണ്. സ്റ്റോക്ക് വന്നത് 62.4 mm ആണ്. ഇതിൻ്റെ എക്സോസ്റ്റ് നമുക്കറിയാം, മറ്റു വലിയൊരു CC ഉള്ള ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് പോലുള്ള മോഡലാണ് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കുകളാണ്. ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് 280 mm സിംഗിൾ ഡിസ്ക്, റിയൽ വരുന്നത് 230 സിംഗിൾ ഡിസ്ക്. വൺ ചാനൽ ABS ഉണ്ട്. ഫ്രണ്ട് ടയർ വരുന്നത് 19, അതുപോലെ തന്നെ റിയൽ ടയർ വരുന്നത് 120. സാധാരണ പൾസർ വണ്ടികൾ കാണുന്ന അത്തരത്തിൽ സെയിം മോഡലുള്ള ടെയിൽ ലാമ്പുകളാണ് നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ സാരി ഗാർഡ് ഉണ്ട് ആസ് യൂഷ്വൽ. ഇതിൻ്റെ മറ്റു ഹൈലൈറ്റഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm വരുന്നത്. സീറ്റ് ഹൈറ്റ് വരുന്നത് 795 ആണ് വരുന്നത്. ഇൻസ്ട്രുമെന്റ് കൺസോളിനെ കുറിച്ച് പറയുമ്പോൾ സ്പീഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ എന്നിവ ഡിജിറ്റലാണ്. ഫ്യൂൽ ഗേജ് ഡിജിറ്റലാണ്. ടാക്കോമീറ്റർ അനലോഗ് ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 15 ലിറ്റർ ആണ്. വീൽ ബേസ് വരുന്നത് 1350 mm ആണ് വരുന്നത്. ഓവറോൾ ലെങ്ത് വരുന്നത് 2035 mm. ഓവറോൾ വിഡ്ത്ത് വരുന്നത് 750 mm. ഓവറോൾ ഹൈറ്റ് വരുന്നത് 1165 mm. മെയിൻ്റനൻസ് ഫ്രീ 12 watt 9Ah ബാറ്ററിയാണിത്. ഇതിൻ്റെ ലൈറ്റിന് പവർ കൊടുക്കുന്നത്. 0 to 60 km ലഭിക്കാൻ വേണ്ടി വെറും 4.10 സെക്കൻഡിനുള്ളിൽ നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 0 to 100 10.5 സെക്കൻഡിനുള്ളിൽ നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. റൈഡറിനും അതുപോലെ തന്നെ പില്ലിനും വളരെ കംഫർട്ടായിട്ട് സഞ്ചരിക്കാവുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണിത്.
ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത്, ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, ഹയർ ഗിയറിൽ നമുക്ക് ലോ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് ഒരു സവിശേഷത കൂടിയുണ്ട്. പൾസർ ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്തത് 2001 ആയിരുന്നു. 150, അതുപോലെ 180, 220, 200 അങ്ങനെ പല വേരിയൻറ്റിലും അവർ പൾസർ ബൈക്ക് റിലീസ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നമ്മുടെ മാർക്കറ്റ് പിടിച്ച ഡോമിനാർ അടക്കം വളരെ സക്സസ്ഫുള്ളി ബജാജ് ബൈക്കുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നേടാൻ സാധിച്ചു. ഇതൊരു ക്വിക്ക് റിവ്യൂ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ബൈക്കിൻ്റെ റിവ്യൂ നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ വോയിസ് ഓവർ നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് ആഡ് ചെയ്തതാണ്. അതിൻ്റേതായ പരിമിതികൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വോയിസിൽ കാണാൻ സാധിക്കും. ദയവേത് ക്ഷമിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്. ഓൾസോ യു ക്യാൻ ലോഗ് ഇൻ ടു മൈ വെബ്സൈറ്റ് www.jobianthony.com. ടെക്നോളജി, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ, ലൈഫ് സ്റ്റൈൽ, ട്രാവൽ, ഇത്തരം തരത്തിലുള്ള വ്ളോഗുകളാണ് നമ്മൾ സാധാരണ തയ്യാറാക്കുന്നത്. അത്തരം വ്ളോഗുകൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഞാൻ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇന്ന് നമ്മൾ കണ്ട ബജാജ് പൾസറിൻ്റെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു ബൈക്കിൻ്റെ റിവ്യൂവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.